ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വേനൽ ചൂടിൽ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി 250 ml പാലാണ് എടുത്തിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഇതിൽ നിന്നും മാറ്റി വെക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് ഇത് നന്നായി കട്ടയില്ലാതെ കലക്കിയെടുക്കണം. 1 ലിറ്റർ പാലെടുക്കുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ പാലിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇനി ലോ ഫ്ലെയിമിലാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ കുറേശ്ശായിട്ട് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും കട്ടിയാകാൻ തുടങ്ങും, അതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയായി വരും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. ഈ തണുപ്പിച്ചെടുത്ത കസ്റ്റാർഡ് മിൽക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഫ്രൂട്ട്സ് ചേർക്കണം. ഒരു ചെറിയ ബൗൾ മാങ്ങ ചെറുതാക്കി മുറിച്ചത് ചേർത്തിട്ടുണ്ട്. വത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. നന്നായി പഴുത്ത കിവി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ആപ്പിൾ ചേർത്ത് കൊടുക്കാം. പോംഗ്രാനറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്കിനി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പാലും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാൻ. ഈ വേനൽ ചൂടിൽ ക്ഷീണവും വിശപ്പും അകറ്റാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണിത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.